ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല എമ്മി ടേസ്റ്റി ലഡുവിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഫൈബർ റിച്ചാണ്, പ്രോട്ടീൻ റിച്ചാണ്, കാൽസ്യം റിച്ചാണ്, അയൺ റിച്ചാണ്, മഗ്നീഷ്യം, ഫോസ്ഫറസും, സിങ്കും, വൈറ്റമിൻ ഇയും B12 എല്ലാം അടങ്ങിയ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവരും അതുപോലെ തന്നെ എല്ലിന് ബലം കൂട്ടാനും രക്തക്കുറവുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ അരക്കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് ചൂടാക്കാം. അതിലേക്ക് അരക്കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. ബദാം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ 1/4 കപ്പ് സൺഫ്ലവർ സീഡ്, 1/4 കപ്പ് പംകിൻ സീഡ്, 1/4 കപ്പ് നിലക്കടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിലക്കടലയും അതുപോലെ തന്നെ ബദാമിൻ്റെയും സൺഫ്ലവർ സീഡിൻ്റെയും പംകിൻ സീഡിൻ്റെയും ബെനിഫിറ്റ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മിനറൽസും അടങ്ങിയതാണ്. നമുക്ക് ഒരു ദിവസം കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലതാണ്. എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയതാണ്. നട്ട്സും സീഡും ഡെയിലി ഒരു പിടി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതാ ഒരു കപ്പ് മക്കന ഇട്ടിട്ടുണ്ട്. താമര വിത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോട്ടസ് സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതാ 1/4 കപ്പ് ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് എള്ളാണ്. കാൽ കപ്പ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ബദാമും പീനട്ടൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് സീഡ്സ് റോസ്റ്റ് ആകുന്ന സമയത്ത് ചടപട നല്ല സൗണ്ട് വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. വേഗം ചൂടായി കിട്ടും. കാരണം എല്ലാം ചൂടായിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്താൽ വേഗം നമുക്കൊന്ന് റോസ്റ്റായി കിട്ടും. അത് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റാഗി ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗിപ്പൊടിയാണ്. റാഗിൻ്റെ ബെനിഫിറ്റ് അറിയാലോ. കാൽസ്യം റിച്ചാണ്, ഫൈബർ റിച്ചാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചാണ്. കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ സിങ്കും ഒക്കെ ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയതാണ് റാഗി. റാഗി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റാഗി ഡെയിലി കഴിക്കുന്നത് ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ആകാനും പിന്നെ അതുപോലെ തന്നെ അയേൺ നമ്മളെ രക്തക്കുറവ് ശരിയാകാനും അതുപോലെ തന്നെ എല്ലിന് ബലം കൂട്ടാനും ഒക്കെ നല്ലതാണ് റാഗി ഡെയിലി കഴിക്കുന്നത്. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി റാഗി റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. റാഗി ലഡു, റാഗി സ്മൂത്തി, അതുപോലെ തന്നെ റാഗി അപ്പം, കുറേ റെസിപ്പീസ് ഇഷ്ടം പോലെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും സീഡും ഒക്കെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കുന്ന രീതിയിൽ, കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇതാ ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്യൂബ്സ് ആയിട്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച റാഗി ഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവറുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ സമയത്ത് കൊക്കോ പൊടിയോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സോ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് ഈത്തപ്പഴം അതുപോലെ തന്നെ 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഫുള്ളായിട്ട് ഈത്തപ്പഴം തന്നെ വേണമെങ്കിൽ കൂടുതൽ അളവിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈത്തപ്പഴം നല്ല 1 കപ്പ് കുരുകളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ 1 കപ്പ് കുരുകളഞ്ഞ ഈത്തപ്പഴം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇതാ 1 കപ്പ് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മെൽട്ടാക്കി എടുക്കാം. സാധാരണ ശർക്കര പാനി ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് മെൽട്ടാക്കി എടുക്കാം. ഇതാ എല്ലാം തന്നെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം, അരിച്ചു മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അരച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈത്തപ്പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടിയും അതുപോലെ തന്നെ നട്ട്സും സീഡൊക്കെ പൊടിച്ച പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ ബോളാക്കി എടുക്കാൻ കഴിയും അല്ല ബാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതാ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ 1/2 കപ്പോളം ശർക്കരപ്പാനിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതാ നന്നായി മിക്സായി അതുപോലെ തന്നെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബാർ മോഡൽ വേണമെങ്കിൽ ബാർ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഞാനിവിടെ എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് സ്പൂണിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ടൈറ്റാക്കി കൊടുത്തിട്ടാണ് ബോളാക്കി എടുത്തിട്ടുള്ളത്. എന്നാൽ എല്ലാം തന്നെ ഒരേ ഷേപ്പിലും അതുപോലെ തന്നെ ഒരേ അളവിലും നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ എനിക്കൊരു 35ഓളം ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.